100 ന്യൂസിലേക്ക്. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കിയതിൽ പ്രതിഷേധം ശക്തം. ചാലക്കുടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് മാർച്ച്. അതിരപ്പള്ളി CI ആൻഡ്രിക് ഡ്രോമിക്കിനെതിരെയും വനം ബീറ്റ് ഓഫീസർ ജാക്സനെതിരെയും നടപടി ആവശ്യപ്പെട്ടാണ് സമരം. ഗുണ്ടാ നേതാവിന്റെ വിരുന്നിൽ ഡിവൈഎസ്പി പങ്കെടുത്ത സംഭവത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കാൻ നീക്കം. ഡിവൈഎസ്പി ഗുണ്ടാ നേതാവിന്റെ വീട്ടിലെത്തിയ സമയത്ത് റെയ്ഡിനെത്തിയ പോലീസുകാരുടെ മൊഴി രേഖപ്പെടുത്തും. സസ്പെൻഷനിൽ കഴിയുന്ന ഡിവൈഎസ്പിക്കെതിരെ മുൻപുണ്ടായിരുന്ന പരാതികൾ കൂടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ നീക്കം. മാസപ്പടി വിവാദത്തിൽ SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ വിവിധ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വീണ വിജയന് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലുള്ള അക്കൗണ്ടിലേക്ക് SNC ലാവ്ലിൻ, PwC എന്നീ വിവാദ കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ എത്തിയെന്നാണ് ഷോൺ ജോർജിന്റെ പുതിയ ആരോപണം. കാസർഗോഡ് പടന്നക്കാട് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി PA സലീമുമായി അന്വേഷണ സംഘം ഇന്ന് തെളിവെടുപ്പ് നടത്തും. കുട്ടിയുടെ സ്വർണ്ണക്കമ്മൽ വിറ്റ കണ്ണൂർ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിലാണ് പ്രതിയെ തെളിവെടുപ്പിന് എത്തിക്കുക. ലെത്തിച്ച് അവയവ വ്യാപാരം നടത്തിയ കേസിൽ പ്രതികളായ സബിത് നാസറിനെയും സജിത് ശ്യാമിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ഹൈദരാബാദിലെ പ്രധാന കണ്ണിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം. ലൈംഗികാതിക്രമ കേസിൽ വിദേശത്ത് ഒളിവിൽ കഴിയുന്ന JDS നേതാവ് പ്രജ്വൽ രേവണ്ണ ഇന്ന് അർദ്ധരാത്രി ബംഗളൂരുവിൽ തിരിച്ചെത്തും. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് രാത്രി 12:30 ബംഗളൂരുവിലെത്തുന്ന ലുഫ്താൻസ എയർലൈൻ വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പ്രജ്വൽ എത്തിയാൽ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ സംഘം. ലോകായുക്ത നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജി പരിഗണിക്കുക ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച്. ലോകായുക്ത നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. ഡൽഹിയിൽ സൂര്യാഘാതമേറ്റ് മരിച്ച മലയാളി പോലീസ് ഓഫീസർ K ബിനീഷിന്റെ സംസ്കാരം ഇന്ന് രാവിലെ 9 മണിക്കാണ് സംസ്കാരം നടക്കുക. മാഗ്നസ് കാൾസിനെ തോൽപ്പിച്ച് പ്രജ്ഞാനന്ദ നേട്ടം സ്വന്തമാക്കി. നോർവേ ചെസ്സിൽ ക്ലാസിക്കൽ ഫോർമാറ്റിൽ കാൾസിനെ തോൽപ്പിക്കുന്നത് ഇതാദ്യം. നോക്കാമിനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. പത്തനംതിട്ട ജില്ലയിലെ പോലീസ് സേനയിൽ നിന്നും ഈ മാസം 31 വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് യാത്രയയപ്പ് നൽകി. 2 വനിതാ പോലീസ് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ 24 പേർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പരിപാടി ജില്ലാ പോലീസ് മേധാവി V അജിത് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ ബഹുമുഖ വികാസം ലക്ഷ്യമാക്കി സർഗാലയുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിശീലന പദ്ധതിയായ ലാഡർ സംഘടിപ്പിച്ചു. IFG ഡയറക്ടറും കേരള സർക്കാർ മുൻ ചീഫ് സെക്രട്ടറിയുമായ K ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ 13-നും 18-നും മധ്യപ്രായമുള്ള കുട്ടികൾ പങ്കെടുത്തു. തിരുവനന്തപുരം വയലോപ്പള്ളി സംസ്കൃതി ഭവനിലെ ലളിതകലാ അക്കാദമി ഗാലറിയിൽ 5 ചിത്രകാരന്മാരുടെ പെയിന്റിംഗ് പ്രദർശനം തുടങ്ങി. പഞ്ചമുഖി എന്ന പേരിലാണ് പ്രദർശനം. 5 ദിവസമാണ് പ്രദർശനം നടക്കുക. കാസർഗോഡ് കാലിച്ചാനടുക്കം ടൗണിൽ വെള്ളക്കെട്ട് അതിരൂക്ഷം. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് വെള്ളം കെട്ടിക്കിടക്കാൻ കാരണമെന്ന് നാട്ടുകാർ. അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പള്ളാത്തുരുത്തി പാലത്തിന് തടസ്സമായി നിന്ന കെട്ടിടം പൊളിക്കൽ തുടങ്ങി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ബോട്ട് ജെട്ടി കെട്ടിടമാണ് പൊളിച്ചു നീക്കുന്നത്. കണ്ണൂർ ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിലക്ക് ലംഘിച്ച് മത്സ്യവില്പന നടത്തിയവർക്കെതിരെ പോലീസിന്റെ നടപടി. പഞ്ചായത്ത് അധികൃതരുടെ പരാതിയിൽ 4 പേർക്കെതിരെ കേസ്. ദേശീയപാതയിൽ കണ്ണൂർ കരിവള്ളൂർ സർവീസ് റോഡിൽ വാഹനങ്ങളുടെ നിയമലംഘനം പതിവ് കാഴ്ചയാകുന്നു. നടപ്പാതയിലൂടെ വാഹനങ്ങൾ കടന്നുപോകുന്നത് അപകട ഭീഷണി. നിയമലംഘനത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തം. മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്ന് ഒഴുക്ക് ശക്തമായി. തീരദേശവാസികൾ ആശങ്കയിൽ. തീരപ്രദേശം കരിങ്കൽ ഭിത്തി കെട്ടി സംരക്ഷിക്കണമെന്ന് ആവശ്യം. കണ്ണൂർ എടൂർ വെമ്പുഴപ്പാലം നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. പാലം നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കാൻ നടപടി വേണമെന്ന് ആവശ്യം. വയനാട് മേപ്പാടി ചൂരൽമല റോഡിന്റെ നവീകരണം ഉടൻ പൂർത്തിയാക്കും. റോഡ് വികസനത്തിനുള്ള ഭൂമി വിട്ടുകിട്ടി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നവീകരണ ചുമതല. മലപ്പുറം പൊറ്റിലത്തറയിലുള്ള ട്രഡ്ജി ഗ്രൗണ്ടിൽ പ്ലാസ്റ്റിക് മാലിന്യം കെട്ടിക്കിടക്കുന്നതായി പരാതി. 13,000-ലേറെ വീടുകളും 5,000-ഓളം വ്യാപാര സ്ഥാപനങ്ങളുമാണ് നഗരസഭാ പരിധിയിൽ ഉള്ളത്. കലുങ്ക് നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതോടെ ഇടുക്കി വിമലഗിരിയിൽ യാത്രാക്ലേശം രൂക്ഷം. ഇരുകൂട്ടിയിൽ നിന്ന് പെരിയാറിലേക്ക് ഒഴുകുന്ന തോടിന് കുറുകെയുള്ള കലുങ്ക് നിർമ്മാണമാണ് നിലച്ചത്. മഴ പെയ്തതോടെ പാലക്കാട് കൂറ്റനാട് പവർ ഹൗസിന് സമീപം രൂപപ്പെട്ട വലിയ കുഴികളിൽ ചെളിവെള്ളം നിറഞ്ഞ് അപകട ഭീഷണിയാകുന്നു. അടിയന്തരമായി അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ.
കട്ടപ്പന നഗരസഭാ കാര്യാലയം ചോർന്നൊലിക്കുന്നു. പ്രധാന ഓഫീസുകൾ പ്രവർത്തിക്കുന്ന 1-ാം നിലയിലെ സീലിംഗിനാണ് ചോർച്ച. നഗരസഭാ ഓഫീസിന് മുന്നിലെ തറയോടും പൂർണ്ണമായി ഇളകിയ നിലയിൽ. അറ്റകുറ്റപ്പണിക്കായി അടച്ച കുതിരാൻ തുരങ്കപാത വാഹനഗതാഗതത്തിന് തുറന്നു നൽകാൻ വൈകുന്നതിൽ പരാതി. തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കപാതയാണ് 5 മാസമായി അടച്ചിട്ടത്. പാലക്കാട് കോട്ടമലയിൽ റോഡിൽ സുരക്ഷാവേലി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നുവെന്ന് പരാതി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മോർച്ചറി ഫ്രീസർ എത്തി. 4 ഫ്രീസറുകളാണ് പുതുതായി എത്തിയത്. കേടായ ഫ്രീസറുകൾ റിപ്പയർ ചെയ്യാനും തീരുമാനം. കൊയിലാണ്ടി നഗരസഭാ പരിധിയിലെ മുഴുവൻ കുട്ടികളെയും നീന്തൽ പഠിപ്പിക്കാനൊരുങ്ങി കുടുംബശ്രീ ബാലസഭ. വിദ്യാർത്ഥികൾക്കുള്ള ആദ്യഘട്ട പരിശീലനം സമാപിച്ചു. കോഴിക്കോട് നൊച്ചാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സൗജന്യ പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തു. ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ, ഡോക്ടർ രമ്യ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ സ്പോർട്സ് അക്കാദമി ഫുട്ബോൾ ടീമിലേക്കുള്ള സെലക്ഷൻ ഇന്ന്. സെലക്ഷൻ നടക്കുക ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ. തിരുവനന്തപുരം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഇന്ന് രാവിലെ 10-ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. കൊണ്ടോട്ടി ഉപജില്ലയിലെ മികച്ച ഇന്നവേറ്റീവ് സ്കൂളായി EMEA ഹയർ സെക്കൻഡറി സ്കൂളിനെ തെരഞ്ഞെടുത്തു. അക്കാഡമിക് അനുബന്ധ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പുരസ്കാരത്തിന് പരിഗണിച്ചത്. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. കേരള കാർഷിക സർവകലാശാലയിലെ വിവിധ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജൂൺ 11 വരെ അപേക്ഷ നൽകാം. കോഴ്സ് വിവരങ്ങൾ വെബ്സൈറ്റിൽ. തിരുവനന്തപുരം കിൻഫ്രയിലെ അപ്പാരൽ ട്രെയിനിംഗ് ആൻഡ് ഡിസൈൻ സെന്റർ ഫാഷൻ ഡിസൈനിങ്ങിൽ 3 വർഷ BVOC ഡിഗ്രിക്ക് അപേക്ഷ നൽകാം. വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ. തിരുവനന്തപുരം കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITI 1 വർഷ ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ എയർ കാർഗോ ലോജിസ്റ്റിക്സ് എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ ലെക്ചർ തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ജൂൺ 5-ന് രാവിലെ 10-ന് കോളേജിൽ. അസാപ്പിന്റെ വിവിധ നൈപുണ്യ വികസന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യം. കേരള നോളജ് ഇക്കോണമി മിഷൻ കണക്ട് കരിയർ ടു ക്യാമ്പസ് 2024ന്റെ ഭാഗമായി തൊഴിൽ മേള നാളെ നടക്കും. രാവിലെ 9 മുതൽ വൈകിട്ട് 3 വരെ ചെത്തുകടവ് SNES ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലാണ് മേള. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെടും. പേരാമ്പ്ര നോർത്ത് സെക്ഷൻ, കൊടുവള്ളി സെക്ഷൻ പരിധികളിലാണ് നിയന്ത്രണം. സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ നടത്തുന്ന വിവിധ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ന്. ദേശീയ വാർത്തകൾ. രാജ്യത്തെ 3 സംസ്ഥാനങ്ങളിൽ CAA വഴി പൗരത്വം നൽകിയെന്ന് ആഭ്യന്തര മന്ത്രാലയം. പൗരത്വം നൽകിയത് പശ്ചിമബംഗാൾ, ഹരിയാന, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ. പരിഗണിച്ചത് ആദ്യ അപേക്ഷകളെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരി ധ്യാനത്തിന്റെ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ട് CPIM. രാഷ്ട്രീയ താൽപര്യത്തിന് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി K. ബാലകൃഷ്ണൻ. മോദിയുടേത് തെരഞ്ഞെടുപ്പ് അവസാനിക്കും മുമ്പ് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമെന്നും വിമർശനം. ഡൽഹിയിൽ വെള്ളം പാഴാക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ ജലബോർഡ്. അനാവശ്യമായി ജലം പാഴാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ 2000 രൂപ പിഴ ചുമത്തുമെന്ന് അധികൃതർ. കനത്ത ചൂടിനെ തുടർന്ന് ബീഹാറിലെ സ്കൂളുകൾക്ക് ജൂൺ 8 വരെ അവധി പ്രഖ്യാപിച്ചു. സൂര്യാഘാതമേൽക്കാനുള്ള സാധ്യതയെ തുടർന്നാണ് തീരുമാനം. ഛത്തീസ്ഗഡിൽ കാർട്ടൂൺ ഫാക്ടറിയിൽ തീപിടുത്തം, 2 മരണം. അപകടം റായ്പൂരിൽ. അസമിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണ സ്കൂൾ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മരിച്ചത് ദുബ്രിയിലെ ശിശു നികേതൻ സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥി. US സൈബർ കമാൻഡ് മേധാവി തിമോത്തി ഡി ഹോഗുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി മേധാവി ലഫ്റ്റനന്റ് ജനറൽ DS റാണ. ഉഭയകക്ഷി പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നത് ചർച്ചയായി. ഡൽഹി ദ്വാരക സെക്ടറിലെ കെട്ടിട സമുച്ചയത്തിൽ തീപിടുത്തം. തീയണച്ചത് 5 യൂണിറ്റ് അഗ്നിരക്ഷാ സേനയെത്തി. ആളപായമില്ല. മഹാത്മാഗാന്ധിക്കെതിരായ പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് കോൺഗ്രസ്. നാഥുറാം ഗോഡ്സെയുടെ പാത പിന്തുടരുന്നവർക്ക് ഗാന്ധിജിയെ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യാ സഖ്യത്തിന് ശുഭസൂചന നൽകുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. ആദ്യ 2 ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ തന്നെ BJP ഭയം മുന്നിൽ കണ്ടു.
ജൂൺ 4-ന് ഇന്ത്യാ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്നും കോൺഗ്രസ് നേതാവ്. രാജ്യത്തെ രണ്ടായി വിഭജിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. തെറ്റായ വാദങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് കോൺഗ്രസ് എന്നും വിമർശനം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തമിഴ്നാട്ടിൽ കുടുംബത്തോടൊപ്പം മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ജില്ലയിൽ സുരക്ഷ ശക്തമാക്കി പോലീസ്. സിംഗപ്പൂരിൽ ജോലിസ്ഥലത്ത് വിഷവാതകം ശ്വസിച്ച് ഇന്ത്യൻ പൗരൻ മരിച്ചു. മരിച്ചത് തമിഴ്നാട് സ്വദേശി ശ്രീനിവാസൻ ശിവരാമൻ. അസമിൽ മിന്നൽ പ്രളയത്തിൽ ഒരു മരണം, 2 പേരെ കാണാതായി. 8 ജില്ലകളിലായി 41,000-ലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു. സംസ്ഥാനത്ത് വാഹന ഗതാഗതത്തിന് നിയന്ത്രണം. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി രാജ്യാന്തര വാർത്തകൾ. ഉത്തര കൊറിയ ഒരിക്കലും ബഹിരാകാശ പര്യവേഷണ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് ഭരണാധികാരി കിം ജോങ് ഉൻ. അക്കാഡമി ഓഫ് ഡിഫൻസ് സയൻസസിൽ നടത്തിയ സന്ദർശനത്തിനിടയിലാണ് പരാമർശം. കിഴക്കൻ കടലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടതായി ദക്ഷിണ കൊറിയൻ സൈന്യം. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. മ്യാൻമറിൽ ഭൂചലനം 5.6 തീവ്രത രേഖപ്പെടുത്തി. നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ വിമാനത്തിന്റെ എഞ്ചിനിൽ കുടുങ്ങി ഒരു മരണം. അപകടമാണോ ആത്മഹത്യയാണോ എന്ന് വ്യക്തമല്ല എന്ന് അധികൃതർ. അന്വേഷണം ആരംഭിച്ച് ഡച്ച് മിലിറ്ററി പോലീസ്. UK 6 സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഇന്ത്യൻ വംശജനായ ഡോക്ടർ അറസ്റ്റിൽ. ലങ്കാഷെയർ ആശുപത്രിയിലെ ഡോക്ടർ അമൽ ബോസിന് സസ്പെൻഷൻ. കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സമരം തുടരുന്നു. പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിൽ നടത്തുന്ന നിരാഹാര സമരം 6-ാം ദിവസത്തിലേക്ക്. UAE ഒമാൻ തീരത്ത് ഭൂചലനം. UAE സമയം പുലർച്ചെ 12:12-നും 1:53-നുമാണ് ഭൂചലനമുണ്ടായതെന്ന് ദേശീയ ഭൗമ പഠന കേന്ദ്രം. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർക്കായി എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന് ബിൽഗേറ്റ്സിന്റെ ഭാര്യ മെലിൻഡ ഫ്രഞ്ച് ഗേറ്റ്സ്. $1 മില്യൺ സഹായം പ്രഖ്യാപിച്ചു. ഹജ്ജ് സീസണിൽ മക്ക മദീന അതിവേഗ ട്രെയിനിൽ സീറ്റുകളുടെ എണ്ണം 16 ലക്ഷമായി വർദ്ധിപ്പിക്കുമെന്ന് സൗദി റെയിൽവേ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1 ലക്ഷം സീറ്റുകൾ അധികമായി അനുവദിക്കും. ബിസിനസ് വാർത്തകൾ. രാജ്യത്ത് വെള്ളി ഇറക്കുമതിയിൽ കുതിപ്പ്. ഈ വർഷത്തെ ഇറക്കുമതിയുടെ പകുതിയും UAE-യിൽ നിന്ന്. ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്തത് 4172 മെട്രിക് ടൺ വെള്ളി. IRCTC-യുടെ അറ്റാദായം 2% വർദ്ധിച്ച് 284 കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കമ്പനിയുടെ അറ്റാദായം 279 കോടി രൂപയായിരുന്നു. ബസുമതി അരിയുടെ കയറ്റുമതി വില താങ്ങുവിലയ്ക്ക് താഴെയെത്തി. ആഗോളതലത്തിൽ അരി വാങ്ങുന്നവർ കുറഞ്ഞതാണ് കാരണം. കയറ്റുമതി കുറഞ്ഞതിനാൽ ആഭ്യന്തര വിലയും കിലോയ്ക്ക് 75 രൂപയിൽ നിന്ന് 65 രൂപയായി കുറഞ്ഞു. ജാവ SD ഓൾ ന്യൂ 42 ബാബർ റെഡ് ഷീൻ വിപണിയിൽ. 2,29,500 രൂപയാണ് എക്സ് ഷോറൂം വില. ജനപ്രിയ ബ്ലാക്ക് മിറർ പതിപ്പിന് അനുസൃതമായാണ് റെഡ് ഷീൻ എത്തുന്നത്. US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു. രൂപയുടെ മൂല്യം 21 പൈസ താഴ്ന്ന് 83.39 എന്ന നിലയിൽ എത്തി. കായിക വാർത്തകൾ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകാൻ ഇന്ത്യ. ആതിഥേയത്വം വഹിക്കാൻ ഇതുവരെ അപേക്ഷ നൽകിയത് അഖിലേന്ത്യാ ചെസ് ഫെഡറേഷൻ മാത്രം. ചാമ്പ്യൻഷിപ്പിന് തുടക്കമാവുക നവംബറിൽ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ ജയം തുടരാൻ നിലവിലെ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ച് ഇന്നിറങ്ങും. സ്പാനിഷ് താരമാണ് ജോക്കോവിച്ചിന്റെ 2ാം റൗണ്ടിലെ എതിരാളി. ഹാൻസി ഫ്ലിക്ക് ബാഴ്സലോണയുടെ പുതിയ പരിശീലകനാകും. സാവി ഫെർണാണ്ടസിന് പകരമാണ് നിയമനം. ജർമ്മൻ ദേശീയ ടീമിനെയും ബയേൺ മ്യൂണിക് ക്ലബിനെയും പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ട് പാകിസ്ഥാൻ 2020 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. പരമ്പര സ്വന്തമാക്കാൻ ഇംഗ്ലണ്ടിന് ജയം അനിവാര്യം. മത്സരം രാവിലെ 11-ന് ഓവലിൽ. പുത്തൻ ജേഴ്സിയിൽ തിളങ്ങി ഇന്ത്യൻ താരങ്ങൾ. ലോകകപ്പ് ജേഴ്സിയിലുള്ള ഇന്ത്യൻ താരങ്ങളുടെ ഫോട്ടോ പുറത്തുവിട്ട് BCCI. നോക്കാം ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ഷെയ്ൻ നിഗം മഹിമ നമ്പ്യാർ ചിത്രം ലിറ്റിൽ ഹാർട്സിന്റെ ട്രെയിലർ പുറത്ത്. ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോയും പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. ബേസിൽ ജോസഫിന്റെ നായികയായി നസ്രിയ നസീം എത്തുന്നു. MC ജിതിൻ സംവിധാനം ചെയ്യുന്ന സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലാണ് ഇരുവരും എത്തുന്നത്. സിനിമയുടെ ചിത്രീകരണം തുടങ്ങി. അല്ലു അർജുൻ നായകനാകുന്ന പുഷ്പ 2-വിലെ ദ കപ്പിൾ സോങ് എന്ന് പേരിട്ടിരിക്കുന്ന ഗാനം പുറത്തിറങ്ങി. ഗാനം ആലപിച്ചിരിക്കുന്നത് ശ്രേയ ഘോഷാൽ.
മഹാരാജ്ഞി ക്വീൻ ഓഫ് ക്യൂൻസ് എന്ന ചിത്രത്തിന്റെ ടീസർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. ചരൺ തേജ് ഉപ്പളപതിയാണ് സംവിധാനം. കാജോൾ, നസറുദ്ദീൻ ഷാ, പ്രഭുദേവ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തും. തമിഴ് ചിത്രം ഇന്ത്യൻ 2-വിലെ രണ്ടാം ഗാനം പുറത്തിറങ്ങി. ജൂലൈ 12-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തും. നോക്കാം ഇനി വൈറൽ ട്രെൻഡ്സ്. സമൂഹമാധ്യമങ്ങളിൽ വൈറലായ യുവാക്കളുടെ തകർപ്പൻ മ്യൂസിക് പെർഫോമൻസ്. ആനയുടെ 22ാം പിറന്നാൾ ആഘോഷമാണ് ഇപ്പോൾ വൈറൽ. നായയുടെ കീബോർഡ് വായന ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. സ്വയം ചലിക്കുന്ന ഏണിയുമായി യുവാവ്, വീഡിയോ ഏറ്റെടുത്ത് സൈബർ ലോകം. തമിഴ്നാട്ടിലെ ഹുസൂരിൽ ആലിപ്പഴം വീഴുന്ന ദൃശ്യം എന്ന രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. യഥാർത്ഥത്തിൽ ഈ വീഡിയോ തമിഴ്നാട്ടിൽ നിന്നുള്ളതല്ല. ചൈനയിലെ ഗാങ്ഷോ നഗരത്തിൽ ഏപ്രിലിൽ ഉണ്ടായ ആലിപ്പഴ വർഷത്തിന്റെ വീഡിയോ ആണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. ഒഡീഷയിലെ പുരിയിൽ ഉത്സവത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച് അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തനം തുടരുന്നു. ജമ്മുകശ്മീരിലെ സ്ക്രാപ്പ് യാർഡിൽ വൻ തീപിടുത്തം. ആളപായമില്ല. തീപിടുത്തത്തിന്റെ കാരണം അവ്യക്തം. കനത്ത മഴയിൽ മണിപ്പൂരിൽ വെള്ളപ്പൊക്കം. മണ്ണിടിച്ചിലിനെ തുടർന്ന് പല റോഡുകളും തകർന്നു. ബലൂചിസ്ഥാനിൽ ഇറാൻ സേനയുടെ ആക്രമണം. 4 പാക് പൗരന്മാർ കൊല്ലപ്പെട്ടു. 2 പേർക്ക് പരിക്ക്. വെടിവെപ്പ് പാകിസ്ഥാൻ ഇറാൻ അതിർത്തിക്ക് സമീപം. മ്യാൻമറിൽ ഭൂചലനം. 5.6 തീവ്രത രേഖപ്പെടുത്തി. ആളപായം ഇല്ല. നോക്കാം ഇനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഉഷ്ണതരംഗത്തിൽ വലഞ്ഞ് ഉത്തരേന്ത്യ. ഡൽഹിയിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസിലേക്ക്. ഡൽഹിയിൽ റെഡ് അലേർട്ട് തുടരും. ചൂട് കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ആലപ്പുഴ കൈനകരി കൃഷിഭവൻ പരിധിയിലെ കൂലിപ്പുരയ്ക്കൽ പാടശേഖരത്തിൽ മടവീഴ്ച. കൃഷിയില്ലാതിരുന്നതിനാൽ നാശനഷ്ടങ്ങളില്ല. പ്രദേശത്തെ ഒട്ടനവധി വീടുകൾ വെള്ളത്തിലാവുമെന്ന് ആശങ്ക. ഹെലികോപ്റ്റർ തകർന്ന് കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിക്ക് ആദരാഞ്ജലി അർപ്പിക്കാനൊരുങ്ങിയ ഐക്യരാഷ്ട്രസഭ. അനുശോചന സമ്മേളനം ബഹിഷ്കരിക്കുമെന്ന് അമേരിക്ക. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.